നെക്സ്റ്റ് നമുക്ക് ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽ എപ്പോഴാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് അതായത് കസ്റ്റമേഴ്സിന് കുറച്ച് റിക്വയർമെൻറ്റ്സ് മാത്രം, ഒരു ബേസിക് റിക്വയർമെൻറ്റ്സ് മാത്രം അറിയാം. പക്ഷേ ആ ഒരു എൻറ്റയർ ആ ഒരു പ്രൊജക്റ്റ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയായിരിക്കണം, അത് അവർക്ക് അറിയലുണ്ടാവില്ല. ഓക്കെ, ആ ഒരു എൻറ്റയർ മൊത്തമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ അതിൻ്റെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. ജസ്റ്റ് കുറച്ച് ബേസിക് റിക്വയർമെൻറ്റ്സ് മാത്രം. ഓക്കെ, അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ ഈ ഒരു ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽ യൂസ് ചെയ്യുക. അപ്പം അതായത് അവരുടെ ആ ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അറിയാവുന്ന റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണോ അത് വെച്ചിട്ടൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യും. ദെൻ അത് കസ്റ്റമർക്ക് കൊടുക്കും. ദെൻ കസ്റ്റമർ അതിന് ഫീഡ്ബാക്ക് കൊടുക്കും. ഓക്കെ, ദെൻ അവർക്ക് അതിൽ എന്തൊക്കെ ചേഞ്ചസ് വരണം, അല്ലെങ്കിൽ ഇനി വേറെ എന്തൊക്കെയാണ് അഡീഷണലായിട്ട് ഇതിൽ ആഡ് ചെയ്യേണ്ടത്, ദെൻ അത് വെച്ചിട്ട് നെക്സ്റ്റ് ലെവൽ. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. എങ്ങനെ? ഒരു എൻറ്റയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ അവരുടെ എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്യുന്നത് വരെ. ഓക്കെ, അതാണ് ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽ എന്ന് പറയുന്നത്. ദർ ആർ മെനി സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഇനിഷ്യൽ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് ആർ റീസണബിളി well defined, but the overall scope of the development are not. In addition, there may be a compelling need to provide a limited set of software functionality to users quickly. അതായത് കുറച്ച് ഇത് വെച്ചിട്ട് എന്താണ് ലിമിറ്റഡ് സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ഫങ്ഷനാലിറ്റി. അപ്പോൾ ചെറിയൊരു അപ്പോൾ അവർക്ക് ഏത് ടൈപ്പ് സോഫ്റ്റ്വെയർ ആണോ വേണ്ടത് അതിൻ്റെ എന്താണ് ചെറിയൊരു ഭാഗം ഓക്കെ പെട്ടെന്ന് യൂസറിന് കൊടുക്കേണ്ട ആവശ്യം വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും ഈ ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽ വയ്ക്കും. അപ്പോൾ ആ ഒരു പോർഷൻ മാത്രം ഡെവലപ്പ് ചെയ്തിട്ട് യൂസറിന് കൊടുക്കും. ദെൻ അതിന് ശേഷം അത് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, in such cases you can choose a process model that is designed to produce a software in increments. Then incremental model അപ്പം അതാണ് ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഒന്നാണ് ഇൻക്രിമെൻ്റൽ മോഡൽ. ഓക്കെ, വെൻ ആൻ ഇൻക്രിമെൻ്റൽ മോഡൽ ഈസ് യൂസ് ദി ഫസ്റ്റ് ഇൻക്രിമെൻ്റ് ഈസ് ഓഫൺ കോർ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെത് ഫസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കോറായിരിക്കും. കോർ ഒരു പാർട്ടായിരിക്കും. ദാറ്റ് ഈസ് ബേസിക് റിക്വയർമെൻറ്റ്സ് ആർ ആഡഡ്. ഓക്കെ, അതായത് കസ്റ്റമറിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് ഒരു പാർട്ട് അതായിരിക്കും ആ പ്രൊഡക്റ്റിൻ്റെ കോർ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് മെനി സപ്ലിമെൻ്ററി ഫീച്ചേഴ്സ്, അത് സം നോൺ ആയിരിക്കും, അതേഴ്സ് അൺനോൺ ആയിരിക്കും. അത് എന്തായിരിക്കും ഡെലിവർ ചെയ്യാതെ വയ്ക്കും. ഓക്കെ, ദി കോർ പ്രൊഡക്റ്റ് ഈസ് യൂസ്ഡ് ബൈ ദി കസ്റ്റമർ. ഓക്കെ, ആ ഒരു കോർ പ്രൊഡക്റ്റ് അവർ യൂസ് ചെയ്യും. ഓക്കെ, ദെൻ അത് എന്ത് ചെയ്യും, അവർ കസ്റ്റമർ ഇവാലുവേറ്റ് ചെയ്യും. ദെൻ ആസ് എ റിസൾട്ട് ഓഫ് യൂസ് ആൻഡ് ഓർ ഇവാലുവേഷൻ പ്ലാൻ ഈസ് ഡെവലപ്ഡ് ഫോർ ദി നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് അവരുടെ അടുത്ത അവർ ഈ ഒരു ഇത് ഇവാലുവേറ്റ് ചെയ്യുമല്ലോ, അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്യും. അത് വെച്ചിട്ട് അടുത്തത് പ്ലാൻ അവർക്ക് എങ്ങനെ വേണം, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ്, അത് വെച്ചിട്ട് നെക്സ്റ്റ് ഒരു ഫേസ് ക്രിയേറ്റ് ചെയ്യും. അതാണ് ഇൻക്രിമെൻറ്റ് 2. ഇങ്ങനെ ഒരു ലാസ്റ്റ് ഒരു കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത് വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും. ദി പ്ലാൻ അഡ്രസ് ദി മോഡിഫിക്കേഷൻ ഓഫ് ദി കോർ പ്രൊഡക്റ്റ് ടു ബെറ്റർ മീറ്റ് ദി നീഡ്സ് ഓഫ് ദി കസ്റ്റമർ ആൻഡ് ഡെലിവറി ഓഫ് അഡീഷണൽ ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷനാലിറ്റി. ഓക്കെ, അപ്പോൾ ആ കോർ പ്രൊഡക്റ്റ് ദെൻ അടുത്ത അവരുടെ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് നെക്സ്റ്റ് ലെവൽ അത് ഈ കോർ പ്രൊഡക്റ്റിൻ്റെ കൂടെ കൂട്ടിയിട്ട് കസ്റ്റമർക്ക് കൊടുക്കും. Okay, the process is repeated following the delivery of each increment until the complete product is produced. Okay, അപ്പം ഇവിടെ കണ്ടില്ലേ എന്താണ് ഇൻക്രിമെൻറ്റ്. അപ്പം ഇതൊരു ഫേസ് 1 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡെലിവറിയും അടുത്തത് നെക്സ്റ്റ്. അപ്പോൾ ഇത് ഡെലിവറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കിട്ടി, അത് വെച്ചിട്ട് നെക്സ്റ്റ് ഫേസ്, അങ്ങനെ കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നവർ. അപ്പോൾ ഇതിൽ കമ്മ്യൂണിക്കേഷൻ, പ്ലാനിങ്, മോഡലിംഗ്, കൺസ്ട്രക്ഷൻ, ഡിപ്ലോയ്മെൻറ്റ്. ഓക്കെ, സ്റ്റെപ്സ് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം ഇതിൽ ഇൻക്രിമെൻ്റൽ മോഡൽ എങ്ങനെയാണ്, ഓൾ റിക്വയർമെൻറ്റ്സ് ഈസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് ബിൽസ്. അപ്പോൾ വെൽ നോൺ റിക്വയർമെൻറ്റ്സ് ഒക്കെ എടുക്കും, അത് വെച്ചിട്ട് ബേസിക് റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട്, അതാണ്
അത് ഒരു പാർട്ട്. ദെൻ കുറച്ച് അറിയുന്ന കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും സപ്ലിമെൻ്ററി. അപ്പോൾ അത് വെച്ചിട്ട് അത് വേറെ വയ്ക്കും. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് വയ്ക്കാം. മൾട്ടിപ്പിൾ ഡെവലപ്മെൻറ്റ് സൈക്കിൾ ടേക്ക് പ്ലേസ് ഹിയർ, മേക്കിംഗ് ദി ലൈഫ് സൈക്കിൾ എ മൾട്ടി വാട്ടർഫോൾ cycle. Okay, cycles are divided up into small, more easily managed modules. Each module passes through the requirements, design, implementation. അപ്പോൾ ഓരോ മൊഡ്യൂളും ഇപ്പോൾ ഇൻക്രിമെൻറ്റ് 1, ഇൻക്രിമെൻറ്റ് 2 ഓരോ മൊഡ്യൂളും എന്താണ് ഈ എല്ലാം റിക്വയർമെൻറ്റ്സ്, ഡിസൈന്, ഇംപ്ലിമെൻറ്റേഷൻ, ടെസ്റ്റിംഗ് ഈ ഫേസിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, എ വർക്കിംഗ് വേർഷൻ ഓഫ് ദി സോഫ്റ്റ്വെയർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദി ഫസ്റ്റ് മൊഡ്യൂൾ. സോ യു ഹാവ് വർക്കിംഗ് സോഫ്റ്റ്വെയർ ഏർലി ഓൺ ഡ്യൂറിങ് ദി സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്യും? കാരണം നമുക്കൊരു എൻ്റെ സോഫ്റ്റ്വെയർ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത് കിട്ടുന്നില്ല, കോറായിട്ടുള്ള സംഭവം മാത്രം നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് കസ്റ്റമർക്ക് ഏർലി തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ ഈസിയാണ്. ഓക്കെ, അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ജനറേറ്റ് വർക്കിംഗ് സോഫ്റ്റ്വെയർ ക്വിക്ക്ലി ആൻഡ് ഏർലി ഡ്യൂറിങ് സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ. മോർ ഫ്ലെക്സിബിൾ, കൂടുതൽ ഫ്ലെക്സിബിളാണ്. കാരണം ഏർലി കസ്റ്റമർക്ക് കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് അവർക്ക് ചേഞ്ചസ് ഒക്കെ വരുത്തിയാൽ എളുപ്പമാണ്. ഓക്കെ, ഫ്ലെക്സിബിൾ, ലെസ് കോസ്റ്റ്ലി ടു ചേഞ്ച് സ്കോപ്പ് ആൻഡ് റിക്വയർമെൻറ്റ്സ്, ഈസിയർ ടു ടെസ്റ്റ് ആൻഡ് ഡീബഗ് ഡ്യൂറിങ് സ്മോൾ ഐട്രേഷൻ. ഓക്കെ, ചെറിയ ചെറിയ പോർഷൻസ് ആണല്ലോ, അപ്പോൾ ടെസ്റ്റ് ചെയ്യാനും ഡീബഗ് ചെയ്യാനൊക്കെ ഈസിയാണ്. കസ്റ്റമർ ക്യാൻ റെസ്പോണ്ട് ടു ഈച്ച് ബിൽഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് അത് കസ്റ്റമർക്ക് കിട്ടി, ആ മോഡൽ കിട്ടി, അത് വെച്ചിട്ട് അവർക്ക് നോക്കാമല്ലോ എന്തൊക്കെയാണ് അവർക്ക് റെസ്പോണ്ട് ചെയ്യാമല്ലോ, അതാണ്. പിന്നെ ലോവർ ഇനിഷ്യൽ ഡെലിവറി കോസ്റ്റ്. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നീഡ് എ ഗുഡ് പ്ലാനിങ് ആൻഡ് ഡിസൈൻ. ഓക്കെ, ദെൻ നീഡ്സ് എ ക്ലിയർ ആൻഡ് കംപ്ലീറ്റ് ഡെഫിനേഷൻ ഓഫ് ഓൾ സിസ്റ്റം ബിഫോർ ഇറ്റ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ആൻഡ് ബിൽഡ് ഇൻക്രിമെൻ്റലി. അപ്പോൾ ആ ഒരു റിക്വയർമെൻറ്റ്സ് ഡിവൈഡ് ചെയ്യുന്നതൊക്കെ നന്നായിട്ട് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അത് പ്രശ്നമാവും. ടോട്ടൽ കോസ്റ്റ് ഈസ് ഹയർ ദാൻ വാട്ടർഫോൾ മോഡൽ. വെൻ ടു യൂസ്, എപ്പോഴാണിത് യൂസ് ചെയ്യുക? റിക്വയർമെൻറ്റ്സ് ഓഫ് ദി കംപ്ലീറ്റ് സിസ്റ്റം ആർ ക്ലിയർലി ഡിഫൈൻഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്. Major requirements must be defined. However, some details can be evolved with time. There is a need to get a product to the market early. A new technology is being used. അപ്പം വാട്ടർഫോൾ മോഡലൊക്കെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് പുതിയൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ വാട്ടർഫോൾ മോഡലൊക്കെ. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് കറക്റ്റ് അറിയായിരിക്കും. ഓക്കെ, അപ്പം എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഡെവലപ്പൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ വാട്ടർഫോൾ മോഡലൊക്കെ യൂസ് ചെയ്യുക. അപ്പം പുതിയൊരു ടെക്നോളജിയൊക്കെ എടുക്കുമ്പോഴാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ മോഡലൊക്കെ യൂസ് ചെയ്യുക. റിസോഴ്സസ് വിത്ത് അപ്പോൾ ന്യൂ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ സംഭവം മെയിനായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, റിസോഴ്സ് വിത്ത് നീഡഡ് സ്കിൽ സെറ്റ് ആർ നോട്ട് അവൈലബിൾ. ഓക്കെ, എന്തൊക്കെ റിസോഴ്സസ്, അതിൻ്റെ സ്കിൽസ് എന്തൊക്കെയാണ്, അതൊന്നും അറിയലുണ്ടാവില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? റാഡ് ആണ്. റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മോഡൽ. നമ്മളുടെ ഡേറ്റാബേസ് ഡിസൈന് അങ്ങനത്തെ കമ്പോണൻറ്റ് ബേസ്ഡ് ഡിസൈനിലൊക്കെ വരുന്നപ്പോഴാണ് റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മോഡൽ. ഓക്കെ, ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ റാഡ് മോഡൽ ദി കമ്പോണൻറ്റ്സ് ഓർ ഫങ്ഷൻസ് ആർ ഡെവലപ്ഡ് ഇൻ പാരലൽ ആപ്പ് ദി ആർ മിനി പ്രൊജക്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇൻക്രിമെൻ്റൽ മോഡൽ തന്നെയാണ് ഈ റാഡിലും വരുന്നത്. ഓക്കെ, ദി ഡെവലപ്മെൻറ്റ്സ് ആർ ടൈം ബോക്സ്ഡ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഇൻക്രിമെൻ്റൽ മോഡൽ എങ്ങനെയാണ്, ഇപ്പോൾ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു പോർഷൻ നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യണം. അതാണ് ടൈം ബോക്സ്. ഡെലിവേർഡ് ആൻഡ് ദെൻ അസംബിൾഡ് ഇൻ ടു വർക്കിംഗ് പ്രോട്ടോടൈപ്പ്. ഓക്കെ, പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഒരു സിസ്റ്റം അല്ല, അതിൻ്റെ ഒരു മോഡൽ. ഓക്കെ, ഒരു വർക്കിംഗ് മോഡൽ, അതാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം വേണേ. ഓക്കെ, അല്ലെങ്കിൽ അത് മൊത്തമായിട്ട് ഒഴിവാക്കിയിട്ട് വീണ്ടും പുതുതായിട്ടൊന്ന് തുടങ്ങാം. ഓക്കെ, അതാണ് ദി ഡെവലപ്മെൻറ്റ് ആർ ടൈം ബോക്സ് ഡെലിവേർഡ് ആൻഡ് ദെൻ അസംബിൾഡ് ഇൻ ടു വർക്കിംഗ് prototype. This can quickly given customer something to see and use and to provide feedback regarding the delivery and their requirements. Okay, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻക്രിമെൻറ്റ് മോഡൽ. ഓക്കെ,
അപ്പം ഈ റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മോഡലിൻ്റെ ഒരു ഡിസൈനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് ഈ റാഡ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുക നമ്മളുടെ ഡേറ്റാബേസ് ഡിസൈൻ, അതുപോലെ VB അങ്ങനത്തെ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ സംഭവങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് VB ഫ്രെയിംവർക്കൊക്കെ അങ്ങനത്തെ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ, പ്ലാനിങ്, പിന്നെ മോഡലിങ്ങിൽ ബിസിനസ് മോഡലിംഗ്, ഡേറ്റ മോഡലിംഗ്, പ്രോസസ് മോഡലിംഗ്. ഓക്കെ, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ T1 T2 അതായത് ഇൻക്രിമെൻ്റൽ മോഡലാണ്. അപ്പം കുറച്ച് എണ്ണം വെച്ചിട്ട് ബിസിനസ് മോഡലിംഗ്, ഡാറ്റ മോഡലിംഗ് ആൻഡ് പ്രോസസ് മോഡലിംഗ് ഫസ്റ്റ് മോഡലിംഗ് ചെയ്യും. ദെൻ അടുത്ത T2 അടുത്ത ഇൻക്രിമെൻ്റിൽ വീണ്ടും. ഓക്കെ, എല്ലാ ഫേസിലും ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പം മോഡലിങ്ങിൽ കൺസ്ട്രക്ഷൻ, അപ്പോൾ അതിൻ്റെ ഇത് കമ്പോണൻറ്റ് റീയൂസ്, ഓട്ടോമാറ്റിക് കോഡ് ജനറേഷൻ, ടെസ്റ്റിംഗ്. ഓക്കെ, അത് മോഡലിങ്ങിൻ്റെ കൂടെ വരുന്നതാണ് കൺസ്ട്രക്ഷൻ. ദെൻ ഏറ്റവും ലാസ്റ്റിലുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിപ്ലോയ്മെൻറ്റ്. ഓക്കെ, അത് ഡെലിവറി, ഫീഡ്ബാക്ക്, അതൊക്കെയാണ് ഡിപ്ലോയ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഓരോ മോഡലിങ്ങിലും അതിൻ്റേതായ കൺസ്ട്രക്ഷൻ ഉണ്ട്. ഓക്കെ, കൺസ്ട്രക്ഷൻ ഫേസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കമ്പോണൻറ്റ് റീയൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പം ഇപ്പോൾ എങ്ങനെയാണ് പറയാം, ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ബാങ്ക് എക്സാമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ TCS ആണ് ആ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ ഒരു സെയിം സംഭവം തന്നെയാണ് അവർ നെറ്റ് എക്സാം, UGCയുടെ നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യാൻ സെയിം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു സെയിം അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ അതൊരു കമ്പോണൻ്റാണ്. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് വരും, ഇവിടെ ബട്ടൺസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഇവിടെയും ഈ ഒരു നെറ്റ് എക്സാമിനും അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് റീയൂസബിൾ കമ്പോണൻറ്റ്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ പർച്ചേസ്, ഓക്കെ, സെയിൽസ്, സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സാധനം വേറെ ഒന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്, വേറൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ പർച്ചേസും സെയിൽസും ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ ഞാൻ യൂസ് ചെയ്ത സെയിം സംഭവം തന്നെയാണ് എനിക്കിവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൽ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ യൂസ് ചെയ്ത കാര്യങ്ങൾ തന്നെ എനിക്കിത് ഇവിടെയും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലും യൂസ് ചെയ്യാം. പർച്ചേസ്, സെയിൽസ്, ആ ഒരു സ്റ്റോക്ക്, ഈ കാര്യങ്ങൾ ഇവിടെയും എനിക്ക് യൂസ് ചെയ്യാം. അപ്പം പർച്ചേസ് എന്ന് പറഞ്ഞാൽ കമ്പോണൻ്റാണ്, സെയിൽസ് കമ്പോണൻ്റാണ്, സ്റ്റോക്ക് എന്ന് പറയുന്നത് കമ്പോണൻ്റാണ്. ഓക്കെ, അപ്പോൾ അതായത് അത് റീയൂസബിൾ കമ്പോണൻ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, പ്രോഗ്രാമിംഗ് കോഡ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളുടെ ഈ ഓരോ മൊഡ്യൂൾസും ഉണ്ടല്ലോ, ആ മൊഡ്യൂൾസ് നമുക്ക് വീണ്ടും ഈ ഒരു ഇതിൽ അതേ അലൈൻമെൻറ്റും കാര്യങ്ങളും, അതായത് ഇൻ്റർഫേസും കാര്യങ്ങളും കോഡിങ്ങും ഒക്കെ നമുക്ക് ഈ ഒരു ഈ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ നമുക്ക് യൂസ് ചെയ്യാം. അതാണ് കമ്പോണൻറ്റ് റീയൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഫേസസ് എന്താണെന്ന് വെച്ചാൽ, ബിസിനസ് മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദി ബിസിനസ് മോഡൽ ഫോർ ദി പ്രൊഡക്റ്റ് അണ്ടർ ദി ഡെവലപ്മെൻറ്റ് ഈസ് ഡിസൈൻഡ് ഇൻ ടേംസ് ഓഫ് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ വേരിയസ് ബിസിനസ് ചാനൽ. അതൊന്നുമില്ല. ബിസിനസ് മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കസ്റ്റമറിൻ്റെ അടുത്തുനിന്ന് റിക്വയർമെൻറ്റ്സ് ഗ്യാദർ ചെയ്തല്ലോ. അപ്പോൾ എന്താണ് ഈ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തമായിട്ട് അറിയലുണ്ടാവില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെറിയൊരു പ്ലാൻ ചെയ്യുമല്ലോ. അപ്പം അതിൻ്റെ ഇൻഫർമേഷൻ ഫ്ലോ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എ കംപ്ലീറ്റ് ബിസിനസ് അനാലിസിസ് ഈസ് പെർഫോം ടു ഫൈൻഡ് ദി വൈറ്റൽ ഇൻഫർമേഷൻ ഫോർ ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണോ അതിന് വേണ്ടത് അത് എടുക്കും. ഹൗ ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ്, ഹൗ ആൻഡ് വെൻ ഇറ്റ് ഈസ് ഇൻഫോം പ്രോസസ് ആൻഡ് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഡ്രൈവിംഗ് സക്സസ്ഫുൾ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. ദെൻ അതിനുശേഷം ഡേറ്റ മോഡലിംഗ്. ഇപ്പം നമ്മളുടെ ഈ ബിസിനസ് മോഡലിങ്ങിലുള്ള ആ ഒരു ഫേസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ റിവ്യൂ ചെയ്യും, അനലൈസ് ചെയ്യും.
അതിൽ നമ്മൾ എന്താണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ ഒബ്ജക്ട്സ് എടുക്കും. ഓക്കെ, ദെൻ അതാണ് നെക്സ്റ്റ് ഫേസിലേക്ക് കൊടുക്കുന്നത്. അതാണ് പ്രോസസ് മോഡൽ. പ്രോസസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ആ ഒരു ബിസിനസ് മോഡലിങ്ങിൽ നമ്മൾ ആ ഒരു റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഇൻഫോർമേഷൻ ഫ്ലോ അത് മീറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ എടുത്ത ഈ ഡേറ്റ ഒബ്ജക്റ്റ് വെച്ചിട്ട് അത് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്തുക. അതായത് ഈ ഡേറ്റ ഒബ്ജക്ട്സ് അഡീഷൻ വേറെ എന്തെങ്കിലുമൊക്കെ വേണം, അപ്പോൾ അതിൽ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ റിട്രീവ് ആ ഒരു കളക്ട് ചെയ്ത ചില സംഭവങ്ങൾ വേണ്ട, അപ്പോൾ ഡിലീറ്റ് ചെയ്യുക. അങ്ങനത്തെയൊക്കെയാണ് ഈ പ്രോസസ് മോഡലിംഗ് വരുന്നത്. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻ ജനറേഷൻ. ഇപ്പോൾ ഇത് വെച്ചിട്ട് ഈ ഡേറ്റ ഒബ്ജക്ട്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കോഡ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം കോഡ് ഓട്ടോമാറ്റിക് ഒക്കെ ജനറേറ്റ് ചെയ്യാനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണമെങ്കിൽ. ഓക്കെ, അതിനുശേഷം ടെസ്റ്റിംഗ് ആൻഡ് ടേൺ ഓവർ. ദി ഓവറോൾ ടെസ്റ്റിംഗ് ടൈം ഈസ് റെഡ്യൂസ്ഡ് ഇൻ ദി റാഡ് മോഡൽ ആസ് ദി പ്രോട്ടോടൈപ്പ് ആർ ഇൻഡിപെൻഡൻ്റ്ലി ടെസ്റ്റ് ആൻഡ് ഡ്യൂറിങ് എവറി ഐട്രേഷൻ. ഓക്കെ, അതായത് ഇപ്പോൾ ഫസ്റ്റ് ഒരു മോഡൽ ഉണ്ടാക്കിയല്ലോ, ഒരു പ്രോട്ടോടൈപ്പ്. അപ്പോൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യും, കസ്റ്റമർക്ക് കൊടുക്കും. അതിനുശേഷം നെക്സ്റ്റ് ലെവൽ, അപ്പോൾ അതിൽ ടെസ്റ്റിംഗ് നടത്തും. അപ്പം കുറേ മൊത്തമായിട്ടുള്ളൊരു സിസ്റ്റം ടെസ്റ്റിംഗ് അല്ല അവിടെ വരുന്നത്. അതുകൊണ്ടാണ് സിസ്റ്റം ഓവറോൾ ടെസ്റ്റിംഗ് ടൈം ഈസ് റെഡ്യൂസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റാഡ് അഡ്വാൻറ്റേജ് റെഡ്യൂസ്ഡ് ഡെവലപ്മെൻറ്റ് ടൈം. കാരണം ഇവിടെ കമ്പോണൻറ്റ് റീയൂസ് വരുന്നുണ്ട്. ഓക്കെ, കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പർച്ചേസ് ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, യൂസർ ഇൻ്റർഫേസ്, ടെക്സ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ, അത് പിന്നെ അതിൻ്റെ കൂടെ യൂസ് ചെയ്ത എന്തൊക്കെയാണോ കോഡും കാര്യങ്ങളും. ഓക്കെ, ഇതെല്ലാം കൂടെ നമ്മൾ എന്താണ് പറയുക, ഒരു കമ്പോണൻറ്റ് എന്നാണ് പറയുക. ഓക്കെ, ഈ സംഭവം തന്നെ ഞാൻ വേറൊരു സോഫ്റ്റ്വെയറിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ. അതിനാണ് നമ്മൾ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ജാവയൊക്കെ ചെയ്യണം. അപ്പം ജാവയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിൻഡോസ് ആപ്ലിക്കേഷനൊക്കെ എത്തുമ്പം നിങ്ങൾക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ പറയുക കമ്പോണൻ്റ്. അപ്പോൾ ബട്ടൺ നമ്മൾ ഒരു പ്രാവശ്യം അത് ക്രിയേറ്റ് ചെയ്തതാണ്. ആ ബട്ടൺ എന്ന് പറയുന്ന സംഭവം നമ്മൾ നമ്മളുടെ പ്രൊജക്റ്റിലേക്ക് നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു കമ്പോണൻ്റാണ്. ഓക്കെ, ടെക്സ്റ്റ് ബോക്സ് ഒരു കമ്പോണൻ്റാണ്. അപ്പം കാരണം എന്താണ്, ടെക്സ്റ്റ് ബോക്സ് നിങ്ങൾ കാണുന്നത് ഈ ഒരു രീതിയിലാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ GUI, അപ്പോൾ അതിൻ്റെ കോഡിങ് ബിഹൈൻഡ് ഉണ്ടാവും. നിങ്ങളത് എടുത്തിട്ട് വേറൊരു നിങ്ങളുടെ പ്രൊജക്റ്റിലേക്ക് ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്ത ഈ ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബോക്സ് ഇതാണ് അതിൻ്റെ GUI. ഓക്കെ, അത് ഒരു ദെൻ ഇതിൻ്റെ ഒരു കോഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് ഈ ബട്ടൺ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് യൂസ് ചെയ്യാണ്. അപ്പോൾ അതൊരു കമ്പോണൻ്റ് ആണ്. മനസ്സിലായോ കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? റെഡ്യൂസ്ഡ് ഡെവലപ്മെൻറ്റ് ടൈം, ഇൻക്രീസ് റീയൂസബിലിറ്റി ഓഫ് കമ്പോണൻറ്റ്, ക്വിക്ക് ഇനിഷ്യൽ റിവ്യൂ ഒക്കേഴ്സ്, എൻകറേജ് കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക്. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിപ്പെൻഡ്സ് ഓൺ സ്ട്രോങ് ടീം ആൻഡ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഫോർ ഐഡൻറ്റിഫൈങ് ബിസിനസ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നല്ലൊരു ടീം വേണം എന്നൊക്കെയാണ് ബിസിനസ് റിക്വയർമെൻറ്റ്സ്. കാരണം ആൾക്കാർക്കും കസ്റ്റമേഴ്സിനും അത്ര പിടുത്തുണ്ടാവില്ല എന്തൊക്കെ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നന്നായി മനസ്സിലാക്കുന്ന നല്ലൊരു സ്ട്രോങ് ടീം വേണം. ദി സിസ്റ്റം വിച്ച് കനോട്ട് ബി മോഡലൈസ് suitable cannot use this model. Customers involvement is required throughout the life cycle. കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് വേണം. requires highly skilled designers and developers. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയുന്നത്. ദെൻ എപ്പോഴാണ് നമ്മളുടെ റാഡ് യൂസ് ചെയ്യുന്നത്? വെൻ എ സിസ്റ്റം നീഡ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ഷോർട്ട് സ്പാൻ ടൈം 2 to 3 months, when requirements are known, when the user will be involved all through the life cycle, when technical risk less, when there is a necessary to create system that can be modularized